പോളിസി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്ക് എന്തെല്ലാം അസുഖങ്ങളുണ്ട്, എന്തെല്ലാം മരുന്ന് കഴിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ കമ്പനി അറിയിക്കണം. അപ്പോൾ അങ്ങനെ രേഖപ്പെടുത്തി എടുക്കുന്ന കമ്പനികൾക്ക് ചിലപ്പോൾ നമ്മൾ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്ന സാധനം കമ്പനികൾ എടുത്താം. ക്ലെയിം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഡോക്യുമെന്റ്സ് ബേസ്ഡ് ആണ്, എവിഡൻസ് ബേസ്ഡ് ആണ്. അപ്പോൾ എന്താണോ ഡോക്ടർ എഴുതുന്നത് അതാണ് കമ്പനികൾ പരിഗണിക്കുക. ക്ലെയിം അഥവാ ക്ലെയിം ഡോക്യുമെന്റേഷൻ വളരെയധികം ശ്രദ്ധിക്കണം. ഈവൻ ക്രിട്ടിക്കൽ ഇൽനെസ് പോലും, അതായത് ഇപ്പോൾ ഹാർട്ടിന് പ്രോബ്ലം ഉള്ളതും അതുപോലെ തന്നെ ലിവറിന് പ്രോബ്ലം ഉള്ള പോളിസി, അതിനുള്ള അസുഖങ്ങൾക്കും കവറേജ് കിട്ടുന്ന പോളിസികളൊക്കെ അവൈലബിൾ ആണ്. സാർ, സാധാരണ ഒരു മെഡിക്ലെയിം പോളിസി എടുത്തു കഴിഞ്ഞാൽ ഈ പ്രീ എക്സിസ്റ്റിംഗ് ഇൽനെസ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് മുന്നുണ്ടായിരുന്ന അസുഖങ്ങൾ, ആ അസുഖങ്ങൾക്ക് നമുക്ക് ക്ലെയിം കിട്ടുമോ? അല്ല, അത് നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കണം. അതായത് പോളിസി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്ക് എന്തെല്ലാം അസുഖങ്ങളുണ്ട്, എന്തെല്ലാം മരുന്ന് കഴിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ കമ്പനി അറിയിക്കണം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പോളിസി ആയിരിക്കും കമ്പനി നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അസുഖങ്ങൾ രേഖപ്പെടുത്തി കൊടുക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള കവറേജും അതനുസരിച്ചുള്ള പോളിസിയും തരാൻ കമ്പനിക്കും കഴിയും. അപ്പോൾ അങ്ങനെ രേഖപ്പെടുത്തി എടുക്കുന്ന കമ്പനികൾക്ക് ചിലപ്പോൾ നമ്മൾ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്ന സാധനം കമ്പനികൾ എടുത്താം. ഇപ്പോൾ മാക്സിമം വെയിറ്റിംഗ് പീരീഡ് 3 കൊല്ലമാണ് പറഞ്ഞിരിക്കുന്നത്. ചില കമ്പനികൾ വെയിറ്റിംഗ് പീരീഡ് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. ചില പ്രൊഡക്റ്റുകളിൽ വെയിറ്റിംഗ് പീരീഡ് നമുക്ക് അഡീഷണൽ പൈസ കൊടുത്ത് ഇല്ലാതാക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഉദാഹരണത്തിന് ഇപ്പോൾ ഡയബറ്റീസം, BP, തൈറോയിഡിൻ്റെ അസുഖങ്ങൾ, അതുപോലെ തന്നെ ആസ്തമ, കൊളസ്ട്രോൾ, ഇതെല്ലാം എല്ലാവർക്കും ഉള്ള ഒരു അസുഖം മാറി. അപ്പോൾ ഇത്തരം അസുഖങ്ങളെല്ലാം തന്നെ നമുക്ക് ഇന്ന് കവർ ചെയ്യുന്നുണ്ട്. ഈവൻ ക്രിട്ടിക്കൽ ഇൽനെസ് പോലും, അതായത് ഇപ്പോൾ ഹാർട്ടിന് പ്രോബ്ലം ഉള്ളതും അതുപോലെ തന്നെ ലിവറിന് പ്രോബ്ലം ഉള്ള പോളിസി, അതിനുള്ള അസുഖങ്ങൾക്കും കവറേജ് കിട്ടുന്ന പോളിസികളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് പ്രീമിയം കൂടുതലായിരിക്കും. അതായത് അത്തരം ആളുകൾക്ക് റിസ്ക് കൂടുതലാണല്ലോ. അല്ല, ഇവിടെ പറയുന്നൊരു സംശയം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോകുമ്പോഴാണ് ഡോക്ടർ പറയുകയാണ് നിനക്ക് BP ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത്. അപ്പോൾ ആ ഡോക്ടർ പറയുകയാണ് ഇത് പണ്ടേ ഉള്ളതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പോളിസി എടുത്ത് 1 വർഷമായുള്ളൂ, ഇനി ക്ലെയിം റിജക്റ്റ് ചെയ്യപ്പെടുകയാണ്, ഞാൻ അഡ്മിറ്റ് ആയിട്ടില്ല, ഇതിനു മുമ്പ് ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഈ ഡോക്ടറാണ് പറയുന്നത് നിനക്ക് 2 കൊല്ലം മുമ്പേ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനൊരു സിനാരിയോയിൽ നമുക്ക് ക്ലെയിം റിജക്റ്റ് ചെയ്യപ്പെടാൻ പറ്റുമോ? അല്ല, തോന്നലുകളുടെ ബേസിൽ ഒരിക്കലും ക്ലെയിം റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലെയിം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഡോക്യുമെന്റ്സ് ബേസ്ഡ് ആണ്, എവിഡൻസ് ബേസ്ഡ് ആണ്. അപ്പോൾ എന്താണോ ഡോക്ടർ എഴുതുന്നത് അതാണ് കമ്പനികൾ പരിഗണിക്കുക. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അനാവശ്യമായിട്ട് പറയുന്നത് നമുക്ക് പാരയെ വരാം. ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾക്ക് BP ഇല്ല, പക്ഷേ എനിക്ക് BP ഉണ്ടെന്ന് തോന്നിയിരുന്നു പറഞ്ഞാൽ ഡോക്ടർ എഴുതുകയാണ് ഇയാൾക്ക് 2 കൊല്ലമായിട്ട് BP ഉണ്ടായിരുന്നു എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ബുദ്ധിമുട്ടാവും. അപ്പോൾ എപ്പോഴും ക്ലെയിം അഥവാ ക്ലെയിം ഡോക്യുമെന്റേഷൻ വളരെയധികം ശ്രദ്ധിക്കണം. അത് ഹോസ്പിറ്റലിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് അനാവശ്യമായ പരാമർശങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കും. സപ്പോസ് നമ്മൾ പോളിസി എടുത്തു കഴിഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ട് BP ഉണ്ടായിരുന്നു, കൊളസ്ട്രോൾ ഉണ്ടോ, ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിലും വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് എലിജിബിലിറ്റി ഉണ്ടോ? നമ്മളൊരു അസുഖം ഉണ്ടെന്ന് BP ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, BP ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു പോളിസി കിട്ടി, അതിനകത്ത് BP ഉണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 3 കൊല്ലം BP മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾക്കാണ് ക്ലെയിം കിട്ടാത്തത്. ബാക്കി എല്ലാത്തിനും ക്ലെയിം കിട്ടും. 3 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എല്ലാ അസുഖങ്ങൾക്കും, അത് BP കൊണ്ടുള്ളതാണെങ്കിലും നമുക്ക് ക്ലെയിം കിട്ടും. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ സംശയമുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സംശയം നിവാരണം നടത്തുക. അതെന്ന് ലാബിൽ പോയാൽ മതി. ഇപ്പം നിങ്ങൾക്ക് BP ഉണ്ട്, ഷുഗർ ഉണ്ടെന്ന് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പോളിസി എടുക്കുന്നതിന് തലേ ദിവസം പോയി ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാമല്ലോ. ടെസ്റ്റ് ചെയ്തിട്ട് ആ റിസൾട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം ഇല്ലാതെ തന്നെ എടുക്കാമല്ലോ. അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് ടെസ്റ്റ് ചെയ്തിട്ട് പോളിസി എടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അല്ല, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, അതായത് ചില ആളുകളുണ്ട് എനിക്ക് ഡയബറ്റീസ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലെങ്കിൽ അല്ല. അങ്ങനെ ഒരു ഇടയ്ക്കുള്ളൊരു സമീപനം ഒരിക്കലും ഇതിനകത്ത് ഭൂഷണമാവില്ല. അപ്പോൾ നമ്മൾ നിജപ്പെടുത്തുക എത്രയുണ്ട് എന്നുള്ളത് ഇന്ന് വളരെ ഈസിയാണ്. ഒരു ലാബ് ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് ആ ടെസ്റ്റ് റിസൾട്ട് കയ്യിൽ വയ്ക്കുന്ന എന്നും നമുക്ക് പ്രയോജനപ്പെടും. കാരണം നാളെ ഒരു കാലത്ത് കമ്പനി പറയാറ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു പറഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ നമ്മുടെ റെക്കോർഡ്സ് ഉണ്ട്, ഇല്ല എനിക്കുണ്ടായിരുന്നില്ലെന്ന് പറയാൻ പറ്റും. കാരണം ഡോക്യുമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുത്തെ മെയിനായിട്ടൊരു പ്രശ്നം സാറിനും എനിക്കും അറിയാവുന്നതാണ്. മിക്കവാറും ആൾക്കാരൊക്കെ ഡ്രിങ്ക്സ് അടിക്കുന്ന ആളുകളാണ്, മദ്യം കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ സാധാരണ മദ്യം 1-2 പെക്ക് കഴിച്ച് അങ്ങനെ പോവുകയാണ്. ഇത് ലോങ് സ്റ്റാൻഡിങ്ങിൽ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സപ്പോസ് ഒരാൾ മദ്യം കഴിക്കുന്ന ഒരാൾ പോളിസി എടുത്തു കഴിഞ്ഞ് 5, 6, 10 കൊല്ലം കഴിഞ്ഞിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ലിവർ സിറോസിസ് വന്നു എന്ന്. അങ്ങനത്തെ കേസിൽ അദ്ദേഹത്തിന് ക്ലെയിം കിട്ടുമോ? ഒരു വളരെ ട്രിക്കി ക്വസ്റ്റ്യൻ ആണത്. പക്ഷേ എന്നാലും അതായത് മദ്യപിക്കുന്നു എന്ന് പറഞ്ഞ് പോളിസി എടുക്കാൻ ശ്രമിക്കുക. മദ്യപാനവും പുകവലിയും പോളിസി കിട്ടാത്ത കാരണമല്ല, പോളിസി കിട്ടും. പക്ഷേ നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു പെഗ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻ പോളിസിയുടെ ഇതിലുണ്ട്. പലരും എന്താ ചോദിച്ചാൽ എല്ലാം നോ എന്ന് അടിച്ചു വിടും. അപ്പോൾ ഏജൻസാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഇത്രയും കാലം നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ തന്നെ ചോദിക്കണം. പുകവലിയും
മദ്യപാനം ഉണ്ടോ എന്ന് ചോദിക്കുക. ഉണ്ടെങ്കിൽ അതിൻ്റെ അളവ് രേഖപ്പെടുത്തുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ വല്ലപ്പോഴും കഴിക്കുന്നു, സോഷ്യൽ ഡ്രിങ്കർ ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്നു, അല്ലെങ്കിൽ ആ ദിവസം കഴിക്കുന്നു, അങ്ങനെയുള്ള ആ ഒരു ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തി വിടുക. അപ്പോൾ നമുക്ക് നാളെ ആൽക്കഹോളിസം കൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ക്ലെയിം നിഷേധിക്കപ്പെടത്തില്ല. പക്ഷെ അപ്പോഴും ഈ അസുഖം വരുന്നത് അബ്യൂസാണ്, യൂസ് അല്ല. ആൽക്കഹോളിക് അബ്യൂസ് എന്നാണ് പറയുന്നത്. അതായത് ലിവർ സിറോസിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്? ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ലിവർ സിറോസിസ് വരണമെന്നില്ല. അബ്യൂസിനാണ് ക്ലെയിം കിട്ടാതെ വരുന്നത്. പക്ഷേ ആ കേസ് സാർ പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ സിസ്റ്റത്തിൽ കേരളത്തിൽ പറയപ്പെടുന്നത് ആൽക്കഹോളിനെക്കാട്ടിയും കൂടുതൽ ലിവർ സിറോസിസ് വരുന്നത് മറ്റുള്ള കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതിന് ക്ലെയിം കിട്ടുമോ? അല്ല, അത് തീർച്ചയായിട്ടും ക്ലെയിം കിട്ടും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലിവർ സിറോസിസ് വരുന്നത് മദ്യപിക്കാത്തവർക്ക് തന്നെയാണ്. ഭക്ഷണക്രമം കൊണ്ടാണ് ഇത് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ലിവർ സിറോസിസ് വന്നു എന്നാണ് ഹോസ്പിറ്റൽ റെക്കോർഡ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ലിവിങ് സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ആൽക്കഹോളിക് ലിവർ സിറോസിസ് എഴുതിയാൽ മാത്രമേ അത് പ്രശ്നമുള്ളൂ. വ്യക്തമായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്യണം, നിർബന്ധമാണ്. അത് ഡിക്ലെയർ ചെയ്താൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് ഡിക്ലെയർ ചെയ്യണം, നമുക്ക് അറിയുകയാണെങ്കിൽ. തീർച്ചയായിട്ടും. കാരണം ഇന്നത്തെ കാലത്ത് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇത് എത്ര കാലമായിട്ടുണ്ടെന്നുള്ളത് അവിടെ അറിയപ്പെടും. ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിലെ രേഖകളിൽ നിന്ന്, അല്ലെങ്കിൽ ഡോക്ടർ ചോദിച്ച് മനസ്സിലാക്കുക. കാര്യം ഒരു വ്യക്തമായ ചികിത്സ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയരുതെന്ന് പറയുന്ന പോലെയാണ് ഇൻഷുറൻസ് കമ്പനികളോടും കള്ളം പറയരുത്. ആ ഒരു ന്യായം നിങ്ങൾ പാലിച്ചാൽ മാത്രം. ഇൻഷുറൻസ് ഏജന്റിനോട് കള്ളം പറയാം. അതെ, ഇൻഷുറൻസ് ഏജന്റ് ആണല്ലോ ഇത് എഴുതുന്നത്. അപ്പോൾ ഇൻഷുറൻസ് ഏജന്റ് ആയിരിക്കും നമ്മുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ ഇൻഷുറൻസ് ഏജന്റിനോടും കള്ളം പറയാം.